പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തത്വചിന്തകനായിരുന്ന സോക്രട്ടീസ് വിജയത്തിൻ്റെ രഹസ്യമെന്താണെന്ന് ചോദിച്ച ശിഷ്യനെ ഒരു പുഴയിൽ കൊണ്ടുപോയി നിമിഷങ്ങളോളം തല മുഴുവനും വെള്ളത്തിലേക്ക് താഴ്ത്തിയ ശിഷ്യന് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ മിരണ്ടു പരവശനായി. ശിഷ്യൻ്റെ തല ഉയർത്തിയ ശേഷം സോക്രട്ടീസ് പറഞ്ഞു, നീ ഇപ്പോൾ എത്രമാത്രം ശ്വസിക്കുവാനായി ഞെരിപിരി കൊണ്ടോ അതുപോലെ തീവ്രമായി ആഗ്രഹിച്ചാൽ തീർച്ചയായും നീ വിജയിക്കും. ഒരു വിചിന്തനം നടത്തിയ ശേഷം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, സ്വപ്നം കണ്ടത് പുലരണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നേടിയിരിക്കും. ആഗ്രഹം മാത്രം പോരാ, തീവ്രമായ ആഗ്രഹം വേണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഒരല്പസമയം ചിന്തിക്കുക. ആ സ്വപ്നം മനസ്സിൽ കാണുക. അത് കോടീശ്വരനാവണമെന്നാവട്ടെ. അതൊരു ഡയറിയിൽ കുറിച്ചു വെക്കുക. ശേഷം തീയതിയും നിങ്ങളുടെ പേരും ഒപ്പും വേണം. 1 മിനിറ്റ് നിങ്ങൾ അതിനു ചിലവഴിച്ചു. ഇനി അടങ്ങിയിരിക്കരുത്. സ്വപ്നം കണ്ടത് നേടുക എന്നതാണ് നിങ്ങളുടെ അടുത്ത നടപടി. സ്വപ്നം നേടിയെടുക്കുന്നതിന് പ്രചോദനം ലഭിക്കണം. ബാഹ്യമായും ആന്തരികമായും പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കണം. പ്രേരക ശക്തിയുടെ അഭാവമാണ് ജീവിതം വിജയത്തിൻ്റെ 1 നമ്പർ ശത്രു. പ്രേരക ശക്തിയുടെ അഭാവം വിരുദ്ധ മനോഭാവത്തിലേക്കും വിരസതയിലേക്കും അലസതയിലേക്കും നിങ്ങളെ നയിക്കും. അലസത എന്നാൽ എല്ലാ കാര്യങ്ങളും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധമായി ചെയ്യുക. വേണ്ടതിലധികം സമയം വിനിയോഗിക്കേണ്ടി വരിക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിൽ അലസത മാറ്റുക. പ്രചോദനം ഉൾക്കൊള്ളുക. സ്വന്തം മനസ്സിൽ നിന്നും ഉണ്ടാവേണ്ട പ്രചോദനം നഷ്ടപ്പെടുമ്പോൾ അലസത ഉണ്ടാകുന്നു, പരാജയപ്പെടുന്നു. ഉള്ളിൽ നിന്ന് പ്രചോദനം ഉണ്ടാകുമ്പോൾ നേട്ടങ്ങൾ, സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കുന്നത്. തീവ്രമായ ആഗ്രഹം വേണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നാണോ നിങ്ങളുടെ മോഹം? എന്നാൽ അങ്ങനെ തന്നെ ആവും. എത്രയെങ്കിലും സമ്പാദ്യമുണ്ടാക്കിയാൽ മതി എന്നാണോ? അത്രയും നേടിയെടുക്കൂ. ഒരു കോടീശ്വരനാവണമെന്നാണോ ആഗ്രഹം എങ്കിൽ നിങ്ങളത് നേടിയെടുക്കും. അതുപോലെ എല്ലാ കാര്യത്തിലും കാരണമെന്താണെന്നല്ലേ? ഈ ലോകത്ത് കോടീശ്വരന്മാരായവരെല്ലാം തന്നെ നമ്മെപ്പോലെ മനുഷ്യർ തന്നെ ജനിച്ചു വളർന്നു. അവ തീവ്രമായി ആഗ്രഹിച്ചു. അതവർ നേടിയെടുത്തു. നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് മറക്കരുത്. പലതവണ മനസ്സിൽ ഉരുവിടുക. പ്രതീക്ഷകൾ സ്വയം പൂവണിയുന്നു. നിങ്ങളാണ് നിങ്ങളെ നിർമ്മിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എന്താണോ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് നൽകുന്നു. ഒന്നിനും കഴിയില്ല, വെറുതെ ഇരിക്കാം എന്നാണ് കൽപ്പനയെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആവാനാണ് കരുതുന്നതെങ്കിൽ അത് ലഭിക്കും. പ്രതീക്ഷിക്കുന്നതേ വരൂ. പ്രതീക്ഷിക്കാത്തത് വരില്ല. വലിയ പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിൽ അറിവും കഴിവും ഉണ്ടാക്കിയെടുക്കണം. കിട്ടുന്നത് വരട്ടെ എന്ന് മുരട്ടുതന്ത്രമാണെങ്കിൽ ഉരുണ്ട് ജീവിക്കും. ഇന്ന് കാണുന്ന പല ആളുകളും പ്രതിഭകളായതും പ്രഗത്ഭരായതും ധനികരായതും ജനിച്ചപ്പോൾ അല്ല. ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, പരിശ്രമം, തീവ്രമായ ആഗ്രഹം, കഠിനാധ്വാനം. ഒന്ന് അന്വേഷിച്ചു നോക്കൂ അവരോട്. അവയൊന്ന് എഴുതി വെക്കൂ. അതിലെ നല്ല വഴികളിലൂടെ ചലിക്കൂ. ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവരാണ് കോടീശ്വരന്മാരായി മാറിയത്. അവരുടെ ചരിത്രം പിന്നാലെ വരുന്നു. നാട്ടുവഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഒരു സഞ്ചാരി വഴിമധ്യേ അയാളൊരു വൃദ്ധനെ കണ്ടുമുട്ടി. അമ്മാവ, അടുത്ത ഗ്രാമത്തിലെത്താൻ എത്ര സമയമെടുക്കും? സഞ്ചാരി:
വൃദ്ധൻ ഒന്നും മിണ്ടിയില്ല. സഞ്ചാരി നടപ്പ് തുടർന്നു. ഏകദേശം 20 അടിയോളം മുന്നോട്ട് നടന്നപ്പോൾ വൃദ്ധൻ അയാളെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, 20 മിനിറ്റെങ്കിലും വേണം അടുത്ത ഗ്രാമത്തിലെത്താൻ. അതുകൊണ്ട് അങ്ങ് ഇതാദ്യം പറയാതിരുന്നതെന്ത്? സഞ്ചാരി അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങളുടെ വേഗമറിയാതെ ഞാനെങ്ങനെ പറയും? ഭാവഭേദമൊന്നുമില്ലാതെയായിരുന്നു വൃദ്ധൻ്റെ മറുപടി. നമ്മുടെ സ്വപ്നത്തിൻ്റെ വേഗതക്കനുസരിച്ച് നേട്ടങ്ങൾ മുന്നിൽ എത്തുന്നു. കഷ്ടപ്പാടുകൾ സഹിക്കുക, ജനൽ പറയുന്നു. ശീതളമാവുക, ഐസ് പറയുന്നു. കൃത്യനിഷ്ഠതയുള്ളവരാവുക, കലണ്ടർ പറയുന്നു. മൂർച്ചയുള്ളവരാവുക, കത്തി പറയുന്നു. പ്രകാശം പരത്തുക, തീ പറയുന്നു. ഒട്ടിച്ചേരുക, പശ പറയുന്നു. തെളിഞ്ഞു നിൽക്കുക, വിളക്ക് പറയുന്നു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങി. ടെൻസിംഗ് എവറസ്റ്റ് കൊടുമുടിയിലെ മുകളിലെത്തി. ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിനു മരുന്ന് കണ്ടുപിടിച്ചു. എഡ്വേർഡ് ജെന്നർ വസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചു. വിശ്വനാഥൻ ആനന്ദ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായി. അഭിനവ് ബിന്ദ്ര 2008 ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടി. 2009 എ റഹ്മാൻ 2 ഓസ്കാറുകൾക്ക് അർഹനായി. നിങ്ങൾക്കെന്തായിത്തീരണം, എന്തു നേടണം, ഒരിക്കൽ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടാനുള്ള പരിശ്രമമാവണം നമുക്ക് വേണ്ടത്. അതിന് സ്വപ്നത്തെ പ്രായോഗികമാക്കാനുള്ള മാർഗത്തിലൂടെ മുന്നോട്ടു പോകുക.